നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഇത് ക്യൂരിയോസിറ്റി NCERTയുടെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് 6th സ്റ്റാൻഡേർഡിലെയാണ്. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററാണ്. അത് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ട്രീസ് സ്റ്റാൻഡ്സ് ഇൻ ദ സൺ ആൻഡ് ഗീവ് ഷെയ്ഡ് ടു അതേഴ്സ്. ദെയർ ഫ്രൂട്ട്സ് ആർ ഓൾസോ ഫോർ അതേഴ്സ്. Likewise, good people bear all hardship and bring welfare to others. They give to others whatever they have earned. മരങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് തണൽ തരുന്നു. അതുപോലെ തന്നെ മരങ്ങളുടെ ഫ്രൂട്ട്സ് മറ്റുള്ളവയ്ക്ക് വേണ്ടി അവ നൽകുന്നു. അതുപോലെ തന്നെ ആയിരിക്കണം നല്ല മനുഷ്യരുടെ ചെയ്യുന്ന കഷ്ടപ്പാടുകളെല്ലാം അവർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് അവർ സമ്പാദിച്ചതെല്ലാം നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കി ഈ ചാപ്റ്ററിൽ എന്താണെന്ന്. ഒരു നല്ല പ്ലസൻറ്റ് മോർണിംഗിൽ കുട്ടികളെയും കൂട്ടി ടീച്ചേഴ്സ് പുറത്തേക്ക് പോവുകയാണ് അല്ലേ. പുറത്ത് പോയി അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരോട് റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് ടീച്ചേഴ്സ് പറയുന്നുണ്ട്. അതിനായി അവരുടെ നോട്ട്ബുക്കുണ്ട്. അപ്പം നടന്ന ഓരോ കാര്യങ്ങളും പ്ലാന്റ്സിനെ കാണുന്ന ആനിമൽസിനെ ഒക്കെ നിരീക്ഷിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അറൗണ്ട്. നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന പ്ലാന്റ്സിനെയും ആനിമൽസിനെയും കുറിച്ച് നമുക്ക് ആദ്യത്തെ ഒരു ആക്ടിവിറ്റി. നമ്മളൊരു നേച്ചർ വോക്ക് പ്ലാൻ ചെയ്യുക നമ്മുടെ ടീച്ചറിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഒരു അടുത്തുള്ളൊരു ഗാർഡനോ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റോ എന്തെങ്കിലും സന്ദർശിക്കുക. വൈൽ ഓൺ ദ നേച്ചർ വോക്ക്, അവിടെ നമ്മൾ നടക്കുന്ന സമയം നമ്മൾ എന്തൊക്കെ ചെയ്യണം? അവിടെ കാണുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, അവിടെ നിന്ന് നമ്മൾ കൊഴിഞ്ഞു കിടക്കുന്ന ഇലകളും ഫ്ലവേഴ്സും ഒക്കെ നമ്മളൊരു സ്ക്രാപ്പ് ബുക്കിൽ കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ നേച്ചറിൽ കാണപ്പെടുന്ന പ്ലാന്റ്സും ആനിമൽസും ഒക്കെ അതിൻ്റെ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഒരിക്കലും അത് പറിച്ചെടുക്കാനല്ല, കൊഴിഞ്ഞു വീണ് കിടക്കുന്ന എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുക നമ്മുടെ ഒബ്സർവേഷൻസ്. അപ്പോൾ ഇവിടെ ഒരു ഒബ്സർവേഷൻ ടേബിളാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിൻ്റെ മുകളിൽ ഗ്രാസ്, തുളസി, ഹിബിസ്കസ് 3 ചെടികളുടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ കോമൺ ഗ്രാസ്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, പച്ചപ്പുല്ലെന്ന് പറയുന്നത്. അതെങ്ങനെയായിരിക്കും? അതിൻ്റെ സ്റ്റെമ്മ് വളരെ സോഫ്റ്റും തിന്നുമാണ് അല്ലേ. നമ്മൾ ചെറുതായിട്ടൊന്ന് ചവിട്ടിയാൽ തന്നെ അതങ്ങ് നിലത്തേക്ക് ഒടിഞ്ഞു പോകും. അപ്പോൾ വളരെ സോഫ്റ്റും തിന്നുമാണ്. അതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ലീഫായിരിക്കും. ഓൾട്ടർനേറ്റീവ്ലി ഫ്രം ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓൺ ദ സ്റ്റെമ്മിൻ്റെ പല ഭാഗത്തു നിന്നായിരിക്കും ഇത് വന്നത്. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട്, ഒന്ന് ഇവിടാണ് അടുത്ത അവിടെ, പിന്നെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇതേ രീതിയിലാണ് വന്നിരിക്കുന്നത്. കൂടുതലും വൈറ്റ് ഫ്ലവേഴ്സാണ് കാണപ്പെടുന്നത്. വേറെ ഒബ്സർവ് ചെയ്യുന്ന ഗ്രീൻ ലീവ്സ് ആയിരിക്കും. തുളസിയുടെ അല്പം ഹാർഡ് സ്റ്റെമ്മാണ്, എന്നാൽ തിന്നുമാണ് അല്ലേ. അതിൻ്റെ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. പെയേഴ്സ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ ഒരു പെയർ ഓപ്പോസിറ്റാണ്, ഈ ഒരു പെയർ ഓപ്പോസിറ്റാണ്. അങ്ങനെ പെയേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. ലീഫ് പിങ്കിഷ് പർപ്പിളാണ് ഫ്ലവറിൻ്റെ കളർ എപ്പോഴും കൂടുതലായും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു ആരോമാറ്റിക് സ്മെല്ലുണ്ട്. തുളസിയുടെ പ്രത്യേകതയാണ് ഒരു ആരോമാറ്റിക് സ്മെല്ലുണ്ട്. അടുത്താണ് ഹിബിസ്കസ്. സ്റ്റെം ഹാർഡായിരിക്കും. സിമ്പിൾ ലീവ്സ് ആണ് കൂടുതലും കാണപ്പെടുന്നത്. ലാർജ് ഫ്ലവേഴ്സ് ആയിരിക്കും. ഡിഫറെൻറ്റ് കളേഴ്സിൽ ഹിബിസ്കസ് കാണപ്പെടാറുണ്ട്. ഇനി നീം ഹാർഡ് ആൻഡ് തിക്കായിരിക്കും സ്റ്റെമ്മ്. കോമ്പൗണ്ട് ലീവ്സ് ആയിരിക്കും. വൈറ്റ് ഫ്ലവേഴ്സാണ് കാണപ്പെടുന്നത്. ലീവ്സിൻ്റെ സർഫസ് വളരെ സ്മൂത്ത് ആയിരിക്കും. പിന്നെ ഇനി ഏതെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചതിനെക്കുറിച്ച് ഒരു ചെടിയുടെ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പുറത്തെ പേജിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ കാര്യമാണ്. അവിടെ നമ്മൾ സിമിലാരിറ്റീസും ഡിഫറൻസും ഒക്കെ പ്ലാന്റ്സിൻ്റെ ഒബ്സർവ് ചെയ്തു. അതുപോലെ തന്നെ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടോള്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ്സിന് ടോള്, ഷോർട്ട്, ഹാർഡ്, സോഫ്റ്റ് സ്റ്റെം ഉള്ളതെന്നും ഡിഫറെൻറ്റ് ലീഫിന് പല ഷേപ്പ് ഉള്ളതെന്നും ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് പല രീതിയിലാണെന്നും ഫ്ലവേഴ്സിൻ്റെ കളറ്, ഷേപ്പ്, സെൻ്റൊക്കെ അനുസരിച്ച് നമുക്ക് വീണ്ടും അതിനെ ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒബ്സർവേഷനോ ഡിഫറെൻറ്റ് ആനിമൽസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ക്രോ എവിടെ ആയിരിക്കും താമസിക്കുന്നത്? ട്രീയിലാണ്. അതിൻ്റെ ഫുഡെന്ന് പറഞ്ഞാൽ കൂടുതൽ ഇൻസെക്റ്റാണ്. വേ ഓഫ് മൂവ്മെൻറ്റ് ഫ്ലൈ ആൻഡ് വോക്കാണ്. ക്യാരിങ് ട്വിഗ് ഇൻ ദ ബീക്ക്, എന്താണ്, എപ്പോഴും അതിൻ്റെ കൊക്കിൽ ഒരു ചെറിയ ചില്ലയെങ്കിലും അതിങ്ങനെ കൊണ്ടു നടക്കും. ആൻഡ് ഉറുമ്പ്. നെസ്റ്റ് ഇൻ ദ സോയിൽ ആൻഡ് ബറോ, മണ്ണിലും ബറോ ചെറിയ ചെറിയ മാളങ്ങളിലുമൊക്കെയാണ് കാണപ്പെടുന്നത്. ഫുഡെന്ന് പറഞ്ഞാൽ ലീവ്സ്, സീഡ്, ഇൻസെക്റ്റൊക്കെയാണ്. വോക്ക് ഇൻ ദ സ്ട്രെയിറ്റ് ലൈന്. ആൻസിൻ്റെ പ്രത്യേകതയാണ് സ്ട്രെയിറ്റ് ലൈനിലേ പോകാറുള്ളൂ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 legs. എത്ര ലെഗ്സ് ഉണ്ട്? കാലുകൾ 6 ഉണ്ട്. കൗ
സൈഡ് ഷെൽട്ടർ, അതിന് എപ്പോഴും താമസിക്കാനായിട്ടൊരു ഷെൽട്ടർ കാണും ഇല്ലേ. ഗ്രാസസ് ലീവ്സ് ഒക്കെയാണ് കഴിക്കുന്നത്. വോക്ക് ചെയ്യുവാണ്. ഗിവ് മിൽക്ക്, നമുക്ക് എന്താണ് ഗിവസ് മിൽക്ക്, പാല് തരുന്നുണ്ട്. ഇപ്പം വേറെ ഒരെണ്ണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡോഗിനെ കുറിച്ചാണ്. ഡോഗ് ഹൗസിൽ തന്നെയാണ് താമസം. മീറ്റാണ് ഫുഡ്. വോക്കാണ് ചെയ്യുന്നത്. ദേ ബാർക്ക്, എന്താണിത്, കുരയ്ക്കും ഇല്ലേ. നമുക്ക് വളർത്തുന്ന ആൾക്കാരുടെ വീട്ടിലേക്ക് അപരിചിതരോ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് കുരച്ച് നമ്മളെ അറിയിക്കും. ഇവിടെ എന്താണ് സിമിലാരിറ്റീസും ഡിഫറൻസസും ഒക്കെ നോക്കിയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, താങ്ക് യു.